മുക്കാ ഭാഗം വെന്ത് കഴിയുമ്പോൾ വെള്ളം വറ്റിയാൽ മാത്രം ഈ ഒരു കല്ലുമ്മക്കായി ചേർത്ത് കൊടുക്കുക കേട്ടോ. കല്ലുമ്മക്കായി എത്രയുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു റൈസിൽ. നമ്മളടുത്ത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കാനാട്ടോ വിചാരിച്ചത്. പക്ഷേ കല്ലുമ്മക്കായി ഒക്കെ കുറേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നേരെ ആ മസാലയോട് കൂടി കല്ലുമ്മക്കായി ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതാ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എരിവൊന്നുമില്ല, ആ പച്ചമുളകിൻ്റെ ഒരു എരിവേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഒരു കല്ലുമ്മക്കായൻ്റെ മസാലയിൽ മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ട കാണുന്നെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കല്ലുമ്മക്കായിലെ മസാല എല്ലാ ഭാഗത്തേക്കും ചോറിൽ എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ